സോഷ്യൽ മീഡിയകളിൽ കഴിഞ്ഞ കുറച്ച് നാളുകളായി കാണുന്ന ട്രോളാണ് 2023 വന്നതും പോയതും അറിഞ്ഞില്ല എന്നുള്ളത്. വളരെ ശരിയാണ്. 2023 വന്നതും അറിഞ്ഞില്ല, പോകുന്നതും അറിയുന്നില്ല. അടുത്ത വർഷം ഡിസംബറിൽ ബാങ്കോക്ക് പോകണം മസാജ്. ഭയങ്കര തിരക്ക് ഉണ്ടായിരുന്നു. അപ്പോ കുറച്ച് റെസ്റ്റ് എടുക്കാനാ 2024. ഇതൊക്കെ ചെറുതാണ്, ഇനിയാണ് കൂടി വരുള്ളൂ. രാഷ്ട്രീയപരമായിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് +2 പാസ്സായി കിട്ടിയാൽ മതി. അത്രേ ഉള്ളൂ. ചിലർക്ക് ശരിയാകും, ചിലർക്ക് ശരിയാകില്ല എന്ന് പറയുന്നത് പോലെയായിരുന്നു 2023. പലരുടെയും ആഗ്രഹങ്ങൾ സബലീകരിച്ചിട്ടുണ്ടെങ്കിലും മറ്റു പലർക്കും വലിയ നഷ്ടങ്ങൾ തന്നെയാണ് 2023 നൽകിയിട്ടുണ്ടാവുക. എങ്ങനെയായിരുന്നു അവരുടെ 2023 എന്നും 2024 പ്രതീക്ഷകൾ എന്താണെന്നും നമുക്ക് നേരിട്ട് തന്നെ ചോദിച്ചറിയാം. ഞാൻ 2023 വർഷം 2016 മുതൽ 2023 വരെ എനിക്ക് ഒരേപോലെ തന്നെയാണ്. കാരണം നമ്മൾ റുട്ടീൻ ജോലികളാണ് ചെയ്തു വരുന്നത്. അപ്പോൾ നമുക്ക് പ്രത്യേകിച്ച് ഒന്നും തോന്നാറില്ല. എല്ലാ ദിവസവും ഒരേപോലെ, ചില ദിവസങ്ങളിൽ ഒരല്പം ബിസി ആയിരിക്കും, ചിലപ്പോൾ അത്ര തിരക്കുണ്ടാവില്ല. എന്നാലും നോർമൽ ഒരു പോലീസ് ഓഫീസർ ഒരു 7:30 മോർണിംഗ് മുതൽ ഒരു 10 o'clock വരെ റുട്ടീൻ ജോബ് എന്തായാലും ഉണ്ടാവും. അതിനുശേഷം ചില ഇതുപോലുള്ള ഫെസ്റ്റിവൽ സീസണിലൊക്കെ കുറച്ച് കൂടും. അത് എല്ലാ പോലീസ് ഉദ്യോഗസ്ഥർക്കും ഉള്ളതാണ്. അത് ഒരു പോലീസ് ഉദ്യോഗസ്ഥനായിട്ട് സർവീസ് കയറുന്ന കാലം മുതൽ എന്നാണോ അയാൾ റിട്ടയർഡ് ആകുന്നത് അതുവരെയും ഇങ്ങനെ തന്നെയാണ് അവരുടെ ലൈഫ്. അത് നമ്മൾ സീസണായി അങ്ങ് പോവും. അതിന് പ്രത്യേകിച്ചൊന്നും തോന്നാറില്ല. എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ അങ്ങനെ ഇന്ന സമയം മോശം, ഇന്നയാൾക്ക് മോശം ഒരു അങ്ങനെയല്ല. നമുക്കൊരു പാൻഡമിക് സിറ്റുവേഷൻ വന്നു, കോവിഡിൻ്റെയൊക്കെ. അത് എല്ലാ ജനങ്ങൾക്കും, ലോകമെമ്പാടുള്ള എല്ലാ ജനങ്ങൾക്കും കുറച്ച് അഡ്വേഴ്സായ കാലഘട്ടം. അതുപോലൊരു പാൻഡമിക് സിറ്റുവേഷൻ ഒന്നും ഇല്ല, ഒരു നോർമൽ ലൈഫ് ആസ്വദിച്ച് പോവുകയാണെങ്കിൽ, എസ്പെഷ്യലി നമ്മുടെ കേരളത്തിൽ നമുക്ക് എല്ലാവർക്കും ഹാപ്പി ആയിട്ട് സന്തോഷമായിട്ട് ജീവിക്കാവുന്നേ ഉള്ളൂ. നമ്മൾ ഒരുപാട് എക്സ്പെക്ട് ചെയ്തിട്ട് കാര്യമില്ല. നമ്മൾക്കറിയാം നമ്മുടെ കപ്പാസിറ്റി എന്താണെന്നുള്ളത്. അത് വെച്ച് മാക്സിമം ജീവിതം എൻജോയ് ചെയ്ത് മുന്നോട്ട് പോകുക എന്നുള്ളത്. എപ്പോഴും ഹാപ്പി ആയിരിക്കുക. സുഖാണ്. എന്താണ്, കളിയൊക്കെ ആയിട്ട് ഇങ്ങനെ പോവാണ്. നിങ്ങളെയൊക്കെ 2023 വർഷം എങ്ങനെ ഉണ്ടായിരുന്നു? കഷ്ടാലായിരുന്നു. അപ്പൊ ഈ 2024 അത് മാറുമെന്ന് വിചാരിക്കണ്ടോ? പ്രതീക്ഷയുണ്ട്. ഓക്കെ, എല്ലാവർക്കും അത് തന്നെ ഹാപ്പി ആയിട്ട് പോണ്. ഓക്കെ, 2024 അടിപൊളിയാവുന്നാണ് എല്ലാരും വിചാരിക്കുന്നത്. ഓക്കെ, ഇനിയിപ്പോ ഇവിടെ നമ്മുടെ പ്രോഗ്രാംസ് ഒക്കെ നടക്കാൻ പോണല്ലേ ഈ ഗ്രൗണ്ടില്. ഇനിയിപ്പോ 2-3 ദിവസം എങ്ങനെ കളിക്കും? ടർഫിൽ പോവും. ന്യൂ ഇയർ ആഘോഷിക്കണ്ടേ? എന്താ പ്ലാനൊക്കെ ഉള്ള? ആണോ? ഇത്തവണത്തെ ന്യൂ ഇയർ എങ്ങനെ ഉണ്ടാവും വിചാരിക്കുന്നേ? അടിപൊളിയായിരിക്കും. പപ്പാനി ചെറുതായി പോയി. കണ്ടോ നിങ്ങള്? ആ, കണ്ട്. ചെറുതാണ്. ഓ, എവിടെന്നാ വരുന്നേ? ഫാമിലി ആയിട്ട് വന്നാ? എന്താ ചുമ്മാ വന്നാണോ കറങ്ങാൻ വേണ്ടിട്ട്? അപ്പൊ എന്താ ന്യൂ ഇയർ ആവുമ്പോ വരാതെ ഇപ്പൊ വന്ന നേരത്തെ എന്തോ വരുന്നുണ്ട്? ഓ, അപ്പൊ അതിന് മുമ്പ് ഫാമിലി ആയിട്ട് വന്നിട്ട് കൊണ്ടുവിടാന്ന് വിചാരിച്ച്. ഓക്കെ, 2023 ഇയർ എങ്ങനെ ഉണ്ടായിരുന്നു? കുഴപ്പമില്ല, ഒരുപാട് ട്രിപ്പും കാര്യങ്ങളൊക്കെ പോകാൻ പറ്റി. നല്ല എൻജോയ് ചെയ്തിട്ടുണ്ട്. വലിയ ഇഷ്യൂസ് ഒന്നും ഉണ്ടായിട്ടില്ല? ഇല്ല, വലിയ ഇഷ്യൂ ഒന്നും ഇല്ല. എനിക്കോ ഡിസംബർ മാസം ഇഷ്യൂസ് തന്നെയാണ്. ബാക്കിയൊക്കെ കുഴപ്പമില്ല. ഓക്കെ, മോനിക്ക? ജനുവരി അതിൽ കുറെ ഇതില്ലേ, അതുകൊണ്ട് നല്ല ഇഷ്ടമായിരുന്നു. അപ്പൊ ഈ 2024 പറ്റിട്ട് എന്താ എക്സ്പെക്ട് ചെയ്യുന്നത്? എങ്ങനെയായിരിക്കും? എന്താ എക്സ്പെക്ട് ചെയ്യുന്ന വെച്ചാൽ 23 എനിക്ക് മോശമൊന്നും ഉണ്ടായിരുന്നില്ല. അതേപോലെ എങ്കിലും മോശമില്ലാതെ ഉണ്ടായാൽ മതി. നല്ലതായിരിക്കും എന്ന് വിചാരിക്കുന്നു. ഓക്കെ, നല്ലതായിരിക്കും. കഴിഞ്ഞത് കഴിഞ്ഞു, ഇനി വരാനിരിക്കുന്നത് ഇതിലും ബെറ്റർ ആണെന്ന് വിചാരിച്ചിട്ട് നമ്മൾ കാത്തിരിക്കുക. പോസിറ്റീവായിട്ട് നമ്മൾ കാത്തിരിക്കുക. That's nice. Okay, what's your name, ma'am? Meera. So your native? Czech Republic. Okay. ഇവിടെ എങ്ങനെ വന്നു കേരളം? ഇവിടെ കല്യാണം കഴിഞ്ഞു, പിന്നെ ഇവിടെ വന്നു. ഓക്കെ, 14 വർഷമായി ഇവിടെ ഉണ്ട്. ഹസ്ബൻഡ് ഇവിടെ നാട്ടില്. ഓക്കെ. അപ്പൊ കുട്ടികൾക്കൊക്കെ മലയാളം അറിയാം? അറിയാം. കുട്ടിയാണ്, അറിയാം. ഓക്കെ, ഇവിടെ ഇപ്പൊ എന്താ കൊച്ചി ഫോട്ടോ വെച്ച് കാണാൻ വന്നു? ജസ്റ്റ് ചെറിയ ഔട്ടിങ്, ഒരുമിച്ച് ഫ്രണ്ട്. അപ്പം ഓക്കെ, 2023 എങ്ങനെ ഉണ്ടായിരുന്നു ആ ഒരു ഇയർ? 23 ഭയങ്കര തിരക്ക് ഉണ്ടായിരുന്നു. അപ്പോ കുറച്ച്
റെസ്റ്റ് എടുക്കാനാ 2024. 24 റെസ്റ്റ് എടുക്കാനുള്ള പ്ലാനാണ്. അതാണ് 23 ഡ്രീംസ് ഒക്കെ അച്ചീവ് ചെയ്യാൻ പറ്റിയോ? ഡ്രീംസ് ആൻഡ് ടു ദ ഡ്രീംസ് ജസ്റ്റ് ഡു അവർ ഡ്യൂട്ടി, ദാറ്റ്സ് ഓൾ. ഓക്കെ, വർക്കിംഗ് ആണോ? വർക്കിംഗ് എന്താ വർക്കിംഗ് ഓക്കെ, ഡൂയിങ് മൈ ഡ്യൂട്ടി ഓൺലി. ഓക്കെ. അതെ. അപ്പൊ 24 അടിപൊളിയാവുന്നാണോ വിചാരിക്കുന്നത്? അടിപൊളി. അടിപൊളി. ഭയങ്കര റെസ്റ്റ് എടുക്കണം, പിന്നെ അടിപൊളി. ഓക്കെ ഓക്കെ. ശരിക്കും ഞങ്ങളുടെ എക്സ്പെക്ടേഷനിൽ വന്നിട്ടില്ല 24. അപ്പൊ ഞങ്ങൾ ഇത്തിരി കൂടെ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പൊ 23 ഡിസപ്പോയിന്റ് ആയിരുന്നു ചെറുതായിട്ട്. അപ്പോ കാരണം കൊറോണയ്ക്ക് ശേഷം ഉള്ള ഒരു ടൈം ആയതുകൊണ്ട് അതിന്റെ ഒരു കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ബട്ട് 24 നല്ലൊരു ലക്കി ഇയർ ആവുമെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇപ്പോഴും ആ ഒരു പാൻഡമിക്കിൽ നിന്ന് വിട്ടുപോരാൻ പറ്റിയിട്ടില്ലെന്നാണ്? ചെറുതായിട്ട്. കാരണം ഫിനാൻഷ്യൽ പ്രോബ്ലംസ്, അങ്ങനത്തെ കുറെ പ്രോബ്ലംസ് ഒക്കെ ഉണ്ടല്ലോ. അപ്പൊ അത് ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നു. ബട്ട് സ്റ്റിൽ നമുക്കൊരു ഹോപ്പാണല്ലോ. ന്യൂ ഇയർ എന്ന് പറഞ്ഞാൽ തന്നെ നമുക്കൊരു ഹോപ്പാണ്. അപ്പൊ ആ ഒരു ഹോപ്പിലാണ് 24 ബെറ്റർ ആകും എന്നുള്ളൊരു പ്രതീക്ഷിക്കുന്നു. ഇപ്പൊ ഇവിടെ എന്താ കറങ്ങാനൊക്കെ വന്നാണോ? ജസ്റ്റ് വെറുതെ വെക്കേഷൻ ആണല്ലോ. ഓക്കെ, ഫാമിലി ആയിട്ട്. ഓക്കെ, ശരി. എങ്ങനെയുണ്ടായിരുന്നു 2023 വർഷം? സൂപ്പറായിരുന്നു, അടിപൊളിയായിരുന്നു. ചേട്ടൻ ഇവിടെ എന്താ കച്ചവടമൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? സൂപ്പറാണ്, കുഴപ്പമില്ലായിരുന്നു, അടിപൊളിയാണ്. ഇപ്പം 24-നെ പറ്റി എന്താ പ്രതീക്ഷിക്കുന്നത്? ഇതേപ്പറ്റി നല്ല അഭിപ്രായമായിട്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ വർഷത്തിനെക്കാട്ടി നല്ല ഗംഭീരമായിരിക്കണം നോക്കണം ആണ്, അങ്ങനെ വിചാരിക്കുന്നു. ഓക്കെ. അപ്പൊ ഇവിടെ ഈ കാർണിവലിനെ പറ്റിയിട്ടൊക്കെ എന്താ പറയാനുള്ളത്? ഇത്തവണ ഒന്നും ഇവിടുത്തെ പരിപാടി ഒന്നും ഇല്ലായിരുന്നു. ഇപ്പോഴാണ് പൊപ്പനെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അടുത്ത റെഡിയാവുന്ന 2 ദിവസത്തിനുള്ളിൽ പറയുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടെയൊക്കെ എല്ലായിട്ടും തിരക്കൊക്കെ കണ്ടിട്ട് എന്തോ? തിരക്ക് നന്നായിട്ട് വരുന്നുണ്ട്. ആളുകൾ ഇനിയും വരും. അപ്പൊ ഈ കാണുന്ന തിരക്കൊന്നും അല്ല. ഇതൊക്കെ ചെറുതാണ്, ഇനിയാണ് കൂടി വരുള്ളൂ. ഓക്കെ ഓക്കെ. നിങ്ങൾ എവിടെന്നാ വരുന്നേ? കോഴിക്കോട്. ഫാമിലി ആയിട്ട് ഇറങ്ങിയതാ? ഓക്കെ. എങ്ങനെയുണ്ടായിരുന്നു നിങ്ങളുടെ 2023? ഇത്തവണ ഒരുപാട് ഫാമിലി ആയിട്ടും എല്ലാവരുമായിട്ടും ഒന്നിച്ച് പുറത്തു പോകാൻ പറ്റിയിട്ടുണ്ട്. കൊറോണയ്ക്ക് ശേഷം ഇത്തരത്തിൽ ഒരുപാട് സന്തോഷിച്ച വർഷം 2023 പിന്നെ രാഷ്ട്രീയപരമായിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് പ്രതിസന്ധികൾ നേരിട്ട വർഷം കൂടിയാണ്. എല്ലാവർക്കും സെയിം അഭിപ്രായമാണ്. 24-നെ പറ്റിയിട്ട് എന്താ എക്സ്പെക്ട് ചെയ്യുന്നത്? ഇതിനെക്കാട്ടി നല്ലൊരു വർഷമാവട്ടെ എന്നാണ് വിചാരിക്കുന്നത്. അങ്ങനെ ആവുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ. ഫോട്ടോ വെച്ച് വന്നിട്ട് എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ് ആണ്? ആദ്യമായിട്ടാണോ? കൊണ്ട് കോഴിക്കോടിന്റെ വേറൊരു വേർഷനാണ് ഇവിടെ ഫീൽ ചെയ്യുന്നത്. ഓക്കെ, അടിപൊളിയായിട്ടുണ്ട്. അപ്പം ന്യൂ ഇയറിന് വരാതെ ഇത്ര നേരത്തെ വന്നേ? ജോലി തിരക്കും എല്ലാരും ഒഴിവും ഫാമിലി അതിനെ കൊണ്ട് എല്ലാരും ഒഴിവും കൂടി നോക്കിയിട്ട്. എവിടെന്നാ വരുന്നേ? കിടങ്ങൂര്, കോട്ടയം ഡിസ്ട്രിക്റ്റിലെ കിടങ്ങൂരിൽ നിന്നാണ് വരുന്നത്. ഫാമിലി ആയിട്ട് എല്ലാവരും കൂടെ കൊച്ചി കറങ്ങാൻ വേണ്ടി വന്നതാണ്. എങ്ങനെയുണ്ട്? വന്നിട്ട് എങ്ങനെയുണ്ട്? വളരെ അടിപൊളിയാണ് കൊച്ചി. ഞങ്ങൾ വി ആർ എൻജോയിങ് ദാറ്റ് വൺ. ഓക്കെ. ഈവനിങ് ലൈറ്റിംഗ് ഒക്കെ കണ്ടിട്ട് ഞങ്ങൾ ഇവിടെ തിരിച്ചു പോവാണ്. ഇന്ന് തന്നെ തിരിച്ചു പോകും. ഓക്കെ. 2023 എങ്ങനെയുണ്ടായിരുന്നു ആ ഒരു ഇയർ? 23 ഞങ്ങളെ സംബന്ധിച്ചോളം പേഴ്സണലായിട്ട് വളരെ നല്ലൊരു അനുഭവമായിരുന്നു. സാമ്പത്തികമായിട്ട് ഞാൻ വിദേശത്ത് ജോലി ചെയ്യുന്നതുകൊണ്ട് കേരളത്തിലെ സാമ്പത്തിക പ്രശ്നങ്ങൾ നമ്മളെ ബാധിച്ചിട്ടില്ല. പിന്നെ ഫാമിലി, മക്കള്, കുടുംബജീവിതം സന്തോഷമായിട്ട് പോകുന്നു. 24-നെ പറ്റിയിട്ട് എന്താ ഇനി പ്രതീക്ഷിക്കുന്നത്? 24-നെ പറ്റി പ്രതീക്ഷിക്കുകയാണെങ്കിൽ കേരളത്തിൽ നല്ലൊരു ഭരണം മാറണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. പിണറായി വിജയന്റെ ഭരണത്തിൽ സാധാരണ ജനങ്ങൾ ഒത്തിരി കഷ്ടപ്പെടുന്നുണ്ട്. അതിൻ്റെ ഒരു പരിഹാരം ഉണ്ടായിരുന്നെങ്കിൽ വളരെ നന്നായിരുന്നു എന്ന് കരുതുന്നു. കാരണം ഇവിടുത്തെ സാമ്പത്തിക ബാധ്യതകൾ ഒത്തിരി നാട്ടുകാരെ ബാധിക്കുന്നുണ്ട്. ഫിനാൻസ് ഒത്തിരി പ്രോബ്ലം ഫേസ് ചെയ്യുന്നുണ്ട്. എല്ലാത്തിനും വിലക്കയറ്റമാണ്. കറണ്ട്, അങ്ങനെയുള്ള വാട്ടർ, ഇതിനെല്ലാം 3 times 4 times വളരെയധികം ചാർജ് കൂടിയിരിക്കുന്നു, എക്സ്പെൻസ് കൂടിയിരിക്കുന്നു. അതുകൊണ്ട് സാധാരണപ്പെട്ട ഒരാൾക്കാരെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ ജീവിതം ഒരു ബുദ്ധിമുട്ടായി തീർന്നിരിക്കുകയാണ്. ഇവൻ ഞാനാണേലും കേരളം വിട്ട് തമിഴ്നാടോ കർണാടകയിലോ സെറ്റിൽ ആകണമെന്ന് പോലും ചിന്തിക്കുന്നു. 24-ല് എന്തെങ്കിലും ആഗ്രഹം സഫലമാക്കണം അങ്ങനെയൊക്കെ വല്ലതും വിചാരിച്ചു വെച്ചിട്ടുണ്ടോ? എന്തെങ്കിലും നടക്കാനുള്ള ഒരു ആഗ്രഹം നടത്തി കിട്ടണം എന്നുള്ളൊരു ഇത്? എനിക്കൊരു വേൾഡ് ടൂർ പോകണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു, ഫാമിലി ആയിട്ട്. അപ്പൊ അതിനുള്ള പ്രിപ്പറേഷൻ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഓക്കെ, എന്തായാലും ഇത് നടക്കട്ടെ. ഹാപ്പി ന്യൂ ഇയർ എല്ലാവർക്കും. ഓക്കെ, എല്ലാവരും എവിടെന്നാ വരുന്നേ? നേറ്റീവ് ഇവിടെ ഉള്ളവരാണ്. ഓക്കെ. എങ്ങനെയുണ്ട് ഫോട്ടോ വെച്ച് വന്നിട്ട്? എന്താ തോന്നുന്നത് തവണ? അതെ, പ്രത്യേകിച്ച് അപ്പൊ ന്യൂ ഇയറിന്റേതായിട്ടുള്ള പ്രത്യേക വ്യത്യാസം വൈബൊന്നും ഇല്ല ഇവിടെ? ഉണ്ട്. അടിപൊളിയാണ്. നിങ്ങളുടെയൊക്കെ 2023 ഇയർ എങ്ങനെ ഉണ്ടായിരുന്നു? എങ്ങനെയുണ്ടായി? അതുപോലെ തന്നെ, എല്ലാ പ്രാവശ്യവും അതുപോലെ തന്നെ. അതെ, പറയൂ. എങ്ങനെയുണ്ടായി 2023?
അടിപൊളിയായിരുന്നു. 24 എങ്ങനെ ഉണ്ടാവുന്ന പ്രതീക്ഷിക്കുന്നത്? അടിപൊളിയായിരിക്കും. അത്രേ ഉള്ളൂ. എന്തെങ്കിലും ഒരു എക്സ്പെക്ടേഷൻസോ ഡ്രീംസോ അച്ചീവ് ചെയ്യണമെന്ന് വിചാരിക്കുന്ന എന്തെങ്കിലുമൊക്കെ? നന്നാവണം. തനിക്കോ എന്തെങ്കിലും ഒരു ഡ്രീംസ് ഒക്കെ അച്ചീവ് ചെയ്യണമെന്നുണ്ടോ? ഹാപ്പി ആയിട്ടിരുന്നാ മതി. 24 പ്രത്യേകിച്ച് എക്സ്പെക്ടേഷൻസ് ഒന്നുമില്ല. +2 പാസ്സായി കിട്ടിയാൽ മതി. അത്രേ ഉള്ളൂ. അതന്നെ വലിയ കാര്യമല്ലേ. എവിടെന്നാ വരുന്നത്? ചിറ്റൂര്. ഓക്കെ, എങ്ങനെയുണ്ട് ഫോട്ടോ വെച്ച് വന്നിട്ട്? സൂപ്പർ, അടിപൊളിയാണ്. വൈബൊക്കെ കിട്ടുന്നുണ്ടോ? അടിപൊളിയാണ്. 2023 ഇയർ എങ്ങനെയുണ്ടായിരുന്നു നിങ്ങൾക്ക്? ഒരു നല്ല ഇയർ ആയിരുന്നു. ജീവിതത്തിൽ എന്ത് കൈൻഡ് ഓഫ് മാറ്റങ്ങളൊക്കെ കിട്ടിയിട്ടുള്ളത്? എല്ലാം കൊണ്ടും പോസിറ്റീവ് ആയിരുന്നു. ഇനിയിപ്പോ 24 എങ്ങനെയാകുമെന്നാ പ്രതീക്ഷിക്കുന്നത്? പോസിറ്റീവ് ആവണേ എന്ന പ്രാർത്ഥനയാണ്. ഓക്കെ. അതിൽ എന്തെങ്കിലും ഒരു ആഗ്രഹങ്ങളോ കാര്യങ്ങളോ എന്തെങ്കിലും നടക്കാനുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലിങ്ങനെ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ടോ? പ്ലാൻ ചെയ്തിട്ടൊന്നുമില്ല, അങ്ങനെ വന്നോളൂ എന്നുള്ള ഒരു ഇതാണ്. ഓക്കെ, നമ്മൾ പ്ലാൻ ചെയ്യുന്ന പോലെ നടന്നോളൂ എന്നുള്ള വിശ്വസിക്കുന്നു. ഓക്കെ. എവിടെന്നാ വരുന്നേ? ഞാൻ ആലുവയിലാണ്, പക്ഷേ ഇപ്പൊ 3 വർഷമായിട്ട് ബാംഗ്ലൂരാണ്. എങ്ങനെയുണ്ട് ഇവിടെ വന്നിട്ട്? ഇവിടെ ഇപ്പൊ എല്ലാ വർഷവും മോസ്റ്റ്ലി ഫോട്ടോ വെച്ച് തന്നെയാണ്, ലൈക് ഫ്രണ്ട്സ് ഒക്കെ ഇവിടെ. ഞങ്ങൾ ഇടയ്ക്ക് ഇവിടെ ഫോട്ടോ വെച്ച് തന്നെ വരാറ്. കമ്പാരിറ്റീവ്ലി എന്തെങ്കിലും വ്യത്യാസങ്ങൾ ഫീൽ ചെയ്യുന്നുണ്ടോ ഈ വർഷം? തിരക്ക് കൂടുതലാണോ? അതെ, ഓരോ വർഷമായിട്ട് തിരക്ക് കൂടി വരികയാണ്. കഴിഞ്ഞ വർഷത്തേക്കാളും ഈ വർഷം തിരക്ക് കൂടുതലാണ്. അറിയത്തില്ല, കഴിഞ്ഞ വർഷം ഏറ്റവും കൂടുതൽ തിരക്കുണ്ടായിരുന്നു. കാരണം ഈ വർഷം 26 സ്റ്റാർട്ട് ചെയ്തു, തിരക്ക് സ്റ്റാർട്ട് ചെയ്തു. ഞാൻ ഫോട്ടോ വെച്ച് തന്നെ ഇവിടെ തന്നെ അപ്പൊ കഴിഞ്ഞ കൊല്ലമൊക്കെ ഒരു 27, 28 തിരക്കത്തായി തുടങ്ങിയത്. ഈ കൊല്ലം ഇച്ചിരി നേരത്തെ തുടങ്ങി. ഓക്കെ. 2023 ഇയർ നിങ്ങളുടെ ലൈഫിൽ എന്ത് വ്യത്യാസം കൊണ്ടുവന്നേക്കുന്നത്? കുറെ വ്യത്യാസങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. എങ്ങനെ ഉണ്ടായിരുന്നു ആ ഒരു ഇയർ? നല്ലൊരു വർഷമായിരുന്നു പറയാം, മോശം വർഷമായിരുന്നു പറയാം. പക്ഷെ ഈ പറഞ്ഞ പോലെ ഓരോന്ന് കിട്ടുമ്പോഴാണല്ലോ പഠിക്കണത്. അപ്പൊ അങ്ങനെ എല്ലാ വർഷവും ഓരോന്ന് പഠിക്കുന്നു. അപ്പൊ അത് അടുത്ത വർഷം ചെയ്യാണ്ട് പുതിയ കാര്യങ്ങളൊക്കെ നോക്കി ഇനിയും ജീവിക്കണം. 24 പറ്റിട്ട് എന്താ എക്സ്പെക്ട് ചെയ്യുന്നത്? ഒരു എക്സ്പെക്ടേഷൻ ഇല്ല, ഒന്നുമില്ല. നടക്കത്തില്ല. ഓക്കെ, അതേ ഉള്ളൂ. അപ്പൊ ഇപ്പൊ കോവിഡിന്റെ ന്യൂസ് ഒക്കെ വരുന്നത് 24 അഫക്ട് ചെയ്യുമെന്ന് വിചാരിക്കുന്നുണ്ടോ? ഉണ്ട്. ഓക്കെ. അപ്പൊ 24 പറ്റി ഒരു പ്രതീക്ഷ ഇല്ലാതെ അങ്ങോട്ട് പോവാ? ഒരിക്കലും ഒന്നും പ്രതീക്ഷ വെക്കാറില്ല, വെച്ചിട്ട് കാര്യമില്ലാത്ത. എന്തെങ്കിലും ഒരു ഡ്രീംസ് എന്തെങ്കിലും അച്ചീവ് ചെയ്യണമെന്നോ അങ്ങനെയൊക്കെ വല്ല പ്ലാൻ ഉണ്ടോ? കരിയർ വൈസ് ആണെങ്കിലും എന്താണെങ്കിലും ഗ്രോത്ത് അടുത്തത് നോക്കുന്നു. എവിടെന്നാ വരുന്നത്? നേറ്റീവ്സ് ആണ്. ഓക്കെ. 2023 ഇയർ നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടായിരുന്നു? എല്ലാ ദിവസവും ഒരേപോലെയൊക്കെ പോകുന്നു, പ്രത്യേകിച്ച് ഒരു പണിയൊന്നും വീട്ടിലിരിക്കുന്നു. ഓക്കെ. പുതിയ പാഠങ്ങൾ, അങ്ങനെ ഓരോരോ വർഷത്തെ പുതിയ പാഠങ്ങൾ. എന്താ നോക്കാ തീരുമാനിക്കല്ലേ അടുത്തതൊക്കെ എന്താ. 24 പറ്റിട്ട് എന്താ എക്സ്പെക്ട് ചെയ്യുന്നത്? അതാണ് അടുത്ത വർഷം ഡിസംബറിൽ ബാങ്കോക്ക് പോകണം, മസാജ് അതൊക്കെ ഉള്ളു. EMI അടയ്ക്കണം. അടുത്ത വർഷം അടിച്ചൊളിച്ചടക്കാം. അതെ, അത്രേ ഉള്ളൂ. ആയുസുണ്ടാവട്ടെ, അത്രേ ഉള്ളൂ. ഉണ്ടെങ്കിൽ ഫോട്ടോ വെച്ചില് ഇപ്പം ഈ ഇയറിൽ എന്തെങ്കിലും വ്യത്യാസങ്ങളോ അല്ലെങ്കിൽ പ്രത്യേകതകളായിട്ട് എന്തെങ്കിലും തോന്നുന്നു? പ്രത്യേകിച്ച് മാറ്റമൊന്നുമില്ല. പുറത്തുനിന്ന് എനിക്ക് പ്രത്യേകിച്ച് മാറ്റങ്ങളൊക്കെ തോന്നാൻ, നമ്മൾ വീട്ടിലായിരുന്നു ഞങ്ങൾക്ക് വലിയ മാറ്റങ്ങളും കാര്യങ്ങളും തോന്നല്ല. കഴിഞ്ഞ തവണത്തേനേക്കാളും ഒരു പ്രിപ്പറേഷൻസ് ഒന്നും ഫീൽ ഇല്ല. പലർക്കും 2023 നല്ലൊരു വർഷമായിരുന്നെങ്കിലും വളരെ ചുരുക്കം ചിലർക്ക് മോശം വർഷമായിട്ട് പറയുന്നുണ്ട്. രാഷ്ട്രീയമായും സാമ്പത്തികമായും ശാരീരികമായും വളരെയധികം ബുദ്ധിമുട്ടുകൾ അനുഭവിച്ച ആളുകളുമുണ്ട്. കൂടുതൽ ആളുകളുടെയും പ്രതികരണം അനുസരിച്ച് 2024 വളരെ പ്രത്യാശ ഉണർത്തുന്ന ഒരു വർഷമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഫോർട്ട് കൊച്ചിയിൽ നിന്നും ക്യാമറാമാൻ ഫാസിലിനോടൊപ്പം സമീറ ഇബ്രാഹിം, മൂവി വേൾഡ് മീഡിയ.